ബി.ജെ.പി. കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷൻ ടി റെനീഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ വാർഡ് മാറിയിട്ടാണ് ഇത്ര മത്സരിക്കുന്നത്. നേരത്തെ വാർഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും അവസാനം എത്തുമ്പോൾ പ്രതീക്ഷകൾ? അല്ല, ഞാൻ കഴിഞ്ഞ ഒരു 25 ദിവസമായി പൊറ്റമല വാർഡിലെ ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചു. അവരോട് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൽ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഇല്ല, നല്ല വൃത്തിയുള്ള ഒരു അംഗനവാടികൾക്ക്, ബഹുഭൂരിപക്ഷം അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ല, ഒരു അക്ഷയ സെൻ്റർ ഇല്ല. കഴിഞ്ഞ 50 വർഷമായിട്ട് 47 വർഷമായിട്ട് മറ്റൊരു പാർട്ടി ജയിക്കാത്ത ഒരു വാർഡാണിത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലായി, 2 മേയർമാരുണ്ടായിരുന്ന വാർഡാണ്. എ.കെ. പ്രേമജവും ഇപ്പോഴത്തെ മേയർ ബഹുമാനപ്പെട്ട ഡോക്ടർ ബീന ഫിലിപ്പും ഉണ്ടായിരുന്ന വാർഡാണ്. പക്ഷേ ഈ 2 മേയർമാരും 50 വർഷമായി കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന CPM ഭരണസമിതിയും അതേ കൗൺസിലർമാരും ഉണ്ടായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ പ്രതീക്ഷകൾ ഇപ്പോൾ പല വാർഡുകളിലും 2ാം സ്ഥാനത്താണ്. ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് പറയുന്നത്. 7 സീറ്റിലും വിജയിച്ചു, 21 സ്ഥലത്തങ്ങൾ 2ാം സ്ഥാനത്താണ്. ആ ഒരു കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പ്രാവശ്യം 40-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ബി.ജെ.പിക്ക് ഭരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പണ്ടത്തെ പോലെ മൈതാന പ്രസംഗം നടത്തിയൊന്നും ആളുകളെ പറ്റിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊന്നും പറയാൻ ആർക്കും സാധിക്കില്ല. കൃത്യമായ വീക്ഷണമുണ്ട് ആളുകൾക്ക്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണോ വെച്ചാൽ തീർച്ചയായും ഇതൊരു സെമി ഫൈനലാണല്ലോ. ഞങ്ങളെ സംസ്ഥാന പ്രസിഡന്റ് സെമി ഫൈനലാണെന്ന് പറയുന്നത്. തീർച്ചയായും അതും കൂടി അത് ഞങ്ങൾക്ക് ആ ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്ക് ഗുണകരമാവുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു വിലാശ്ശേരിക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.